ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. അതിനാൽ നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട്, നിങ്ങളെ അകാരണമായി വേദനിപ്പിക്കുന്നവരോടും അകാരണമായി നിങ്ങളോട് ശത്രുത പുലർത്തുന്നവരോടും അവരുടെ അഭിവൃദ്ധി കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവ് അവരെ നിങ്ങളുടെ കാൽപാദത്തിങ്കൽ കൊണ്ടുവരും. കർത്താവാണ് ദൈവം. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എതിരെ അകാരണമായി നിങ്ങളെ ചവിട്ടിത്തേൽക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ കരം അവർക്കെതിരെയായിരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾ ചരിക്കുന്നത് ദൈവമാർഗത്തിലൂടെയാണ്. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ കരം നിങ്ങളെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ രാത്രിയിൽ നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. സകല തിന്മകളെയും കർത്താവ് ദൂരീകരിച്ചു കളയും. എല്ലാ അരസകരമായ കാര്യത്തെയും, നിങ്ങൾക്കെതിരെയുള്ള എല്ലാ അരസകരമായ കാര്യത്തെയും കർത്താവ് നീക്കം ചെയ്ത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ തരുന്നതിനു വേണ്ടി ഈ പ്രയാസങ്ങളെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ശക്തി പ്രാപിക്കുക. കർത്താവ് ഒരിക്കലും നിങ്ങളെ തകർക്കുകയില്ല. എന്തെന്നാൽ നിങ്ങൾ ചരിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെയാണ്. അതിനാൽ തന്നെ യാതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ ചവിട്ടിതേൽക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ തന്നെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി മേശയൊരുക്കും. നിങ്ങളെ അനുഗ്രഹിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എല്ലാവരും കാണുന്നത് പോലെ ദൈവം എല്ലാവരുടെയും മുൻപിൽ നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ നാമത്തെ ഉയർത്തും, അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ എല്ലാ അസ്വസ്ഥതയും ദൈവസന്നിധിയിൽ, ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും, സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 37 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക. അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും. അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും. ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു. അവൻ്റെ ദിവസം അടുത്തു എന്ന് അവിടുന്ന് അറിയുന്നു. ദുഷ്ടർ വാളൂരുകയും വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു. ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും, ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും, കർത്താവെ അകാരണമായി ഞങ്ങളെ തേടി വന്ന എല്ലാ സഹനങ്ങളെയും ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങളെ ക്രോധത്തിൽ നിന്നും കോപത്തിൽ നിന്നും വിടുവിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവെ, അകാരണമായി ഞങ്ങളെ എതിർക്കുന്നവരോട്, ഞങ്ങൾ നന്മ ചെയ്തിട്ടും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട്, ഞങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും അത് മനസ്സിലാക്കാതെ ഞങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുവാൻ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അഗ്നി, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നി ഈ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഷ്ടർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് കാണുവാൻ, സസ്യം പോലെ വാഴുന്നത് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനും രൂപാന്തരീകരണത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകത്തിലുള്ള പാപികളായ എല്ലാ വ്യക്തികളുടെയും മാനസാന്തരത്തിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങൾക്കെതിരെ അപരാധങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും മാനസാന്തരം ഞങ്ങൾ ദർശിക്കുന്നതിന് ഞങ്ങളുടെ കണ്ണുകളെ ശക്തിപ്പെടുത്തണമേ. ഒപ്പം നീതിയുടെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും കോപവും എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എളിമയെന്ന പുണ്യം നൽകി ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അവകാശമാണ്. അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരണം. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയെയാണ് അനുസരിക്കുന്നത്, അങ്ങയുടെ പാതയിൽ കൂടിയാണ് ഞങ്ങൾ ചരിക്കുന്നത്. അതിനാൽ തന്നെ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ, ഞങ്ങളെ അലട്ടുന്ന വ്യക്തികളെ, ഞങ്ങൾക്ക് തിന്മ നിരൂപിക്കുന്ന വ്യക്തികളെ, ഞങ്ങൾക്കെതിരെ പോരാടുന്ന, ഞങ്ങൾക്ക് തിന്മ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ അധികാരികളെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുതാപവും പശ്ചാത്താപവും മാനസാന്തരവും നൽകി ദൈവമേ, അവരുടെ മാനസാന്തരത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരും ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിനു വേണ്ടി, തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ പുൽകുന്നതിനു വേണ്ടി ഈശോയെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് നീതി നടത്തിക്കൊടുക്കണമേ. അങ്ങയെ അനുസരിക്കുന്നവർക്ക് നീതി നടത്തിക്കൊടുക്കണമേ. അങ്ങയുടെ പാത പിൻചെല്ലുന്നവർക്ക് നീതി നടത്തിക്കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഉയർത്തണമേ. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഈ മാസത്തിൽ, ഈ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ഓഗസ്റ്റ് മാസത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരെയും, ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരെയും, ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവാഹിതരാകുന്നവരെയും, ഈ ഓഗസ്റ്റ് മാസത്തിലുള്ള എല്ലാ ചടങ്ങുകളെയും ദൈവമേ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൈവപാത പിൻചെല്ലുവാൻ സാധിക്കാത്തവർക്ക് അനുതാപവും പശ്ചാത്താപവും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ കഠിന ഹൃദയർക്കും എളിമയെന്ന ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ഓഗസ്റ്റ് മാസത്തിൽ ഏതെങ്കിലും തിന്മയുടെ ചടങ്ങുകൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ അവിടുന്ന് ഖണ്ഡിച്ച് ഇല്ലാതാക്കണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിന് എതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങയുടെ ഇഷ്ടത്തിനെതിരായി ഏതെങ്കിലും വ്യക്തികളോ സമൂഹങ്ങളോ ശക്തികളോ ചടങ്ങുകളോ എവിടെയെങ്കിലും നടക്കുന്നുവെങ്കിൽ കർത്താവെ, അത് തകർത്ത് കളയണമേ. തിന്മ ശക്തി പ്രാപിക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. എന്തെന്നാൽ കർത്താവ് തിന്മയെ എന്നേക്കുമായി പരാജയപ്പെടുത്തി സാത്താനെയും ദുഷ്ടശക്തികളെയും എന്നേക്കുമായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാൽ കീഴിലാക്കി ഇല്ലാതാക്കി. ദൈവമേ, അതിനാൽ ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പാതയിൽ കൂടി ചരിക്കുന്നവർക്ക്
വലിയ അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ മാസമാക്കി ഈ ഓഗസ്റ്റ് മാസത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ മാസം പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടബാധ്യതയാലും സാമ്പത്തിക ദാരിദ്ര്യത്താലും പട്ടിണിയാലും ദുരിതത്താലും രോഗപീഠകളാലും വേദനിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതി കേസുകളിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യത്തിൻ്റെ പാതയിൽ കൂടി നടന്നിട്ടും ആരും സഹായിക്കാനോ തുണയ്ക്കുവാനോ ആരും സഹതപിക്കാനോ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹനങ്ങളിൽ അവിടുന്ന് തുണയായിരിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ ഞങ്ങൾക്ക് ദൈവത്തെ ദർശിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാ സഹനങ്ങളിലും ഇയ്യോബിനെ പോലെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ. ഹൃദയത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഗ്നി നീ പടർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഹനങ്ങളുടെ ഇടയിൽ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഞങ്ങൾക്ക് നേരെ ഒരുക്കുന്ന ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളി മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും നൽകി, ഹൃദയത്തിൽ സമാധാനം നൽകി, സ്നേഹം നൽകി, സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങൾ ഓരോ നിമിഷവും അപമാനിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും നൽകി ദൈവത്തെ സ്തുതിക്കുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കരുതുകയും കൂടെ നിൽക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ദുഃഖവും നിരാശയും മാറ്റി, ഭയം മാറ്റി, വേദനയും പ്രയാസങ്ങളും മാറ്റി ദൈവത്തിൻ്റെ അനന്തമായ ആനന്ദവും സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ.
എല്ലാ അപകടങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് തുണയാകട്ടെ. നിങ്ങളുടെ ഏകാന്തതയിൽ അവിടുന്ന് നിങ്ങൾക്ക് സമീപസ്ഥനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാ രോഗപീഠകളിൽ നിന്നും കർത്താവ് നിങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകി ആശ്വാസം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.